ദൈവമഹത്വം പല നിലകളിൽ തൻ്റെ മക്കൾക്ക് വെളിപ്പെട്ടതായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. രാത്രിയിലും നമ്മുടെ മധ്യത്തിലും കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. 2-3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്നരുളി ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. രാത്രിയിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. 12-ാം സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിക്കുവാനിടയായത്. ഏതൊരു കാലത്തും ഒരു ഭക്തന് പറയുവാൻ കഴിയുന്ന ഒരു വാക്യമാണ് യഹോവ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും. ഭക്തന്മാരുടെ അപര്യാപ്തത ദൈവസഭയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. പലരും ഭക്തിയുടെ വേഷം ധരിച്ച് നടക്കുന്നവരും ദൈവത്തിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമാണ്. യഥാർത്ഥമായുള്ള ദൈവത്തോടുള്ളതായ ഭക്തി എവിടെ എന്ന വേദപുസ്തക വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥമായ ഭക്തിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനിടയായിത്തീരട്ടെ. ഇവിടെ പറയുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ആരെയും വിശ്വസിച്ച് കൂടെ കൂട്ടുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വിശ്വസ്തരായി എണ്ണിയ പലരും അവിശ്വസ്തരായി തീരുകയും ദൈവത്തിൽ നിന്നും ദൈവസഭയിൽ നിന്നും ദൈവിക കൂട്ടായ്മകളിൽ നിന്നും അവർ അകന്നു പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ഇന്നും ദൈവസഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. അപ്പോൾ വിളിക്കപ്പെട്ടവരായ ഭക്തന്മാർ അനേകരുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭക്തന്മാർ കുറവാണ്. കാരണം എല്ലാവരും വിശ്വസ്തരല്ല എന്നുള്ളതാണ് കാരണം. വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ കർത്താവ് പറഞ്ഞതായ വാക്കുകളിൽ ഉറച്ചു നിന്ന് ജീവിതം മുൻപോട്ട് നയിക്കുന്ന എത്ര പേരെ നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: പൂർവന്മാർ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പൂർവന്മാർ പറഞ്ഞതായ വാക്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യേശുവിന് ചിലത് പറയുവാൻ ഞാനോ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞ് പല കാര്യങ്ങളും യേശു ഗിരിപ്രഭാഷണത്തിൽ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പൂർവന്മാർ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾക്ക് ഊതിത്തന്നതുമായ പല കാര്യങ്ങളും ദൈവത്തിനും മനുഷ്യർക്കും ദൈവസഭകൾക്കും കൊള്ളാകുന്നതല്ല എന്നുള്ളതായ കാര്യം നമ്മൾ മറന്നുപോകരുത്. ആ ഉപദേശിച്ച വ്യക്തികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് കപടഭക്തിക്കാരും ശാസ്ത്രിമാരും പരുഷന്മാരുമായുള്ളവരെ എന്നാണ്. ഇവിടെ പറയുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, അവർ കപടഭക്തിക്കാരായി മാറിയിരിക്കുന്നു. ഉപദേശിക്കേണ്ടവർ, നല്ല വഴി കാണിച്ചു തരേണ്ടവർ, സഹായിക്കേണ്ടവർ പലരും കപടഭക്തിക്കാരായിരുന്നു. അവർ വിധവകളുടെ വീടുകളിൽ നുഴന്നു കിടക്കുകയും മനുഷ്യരെ ദൈവവചനത്തിന് വിരുദ്ധമായത് പഠിപ്പിക്കുകയും അവർ സ്വർഗരാജ്യത്ത് പോവുകയും ഇല്ല, മറ്റുള്ളവരെ വിടുകയും ഇല്ലാത്ത തരത്തിലേക്ക് അവർ മാറിയത് കൊണ്ടാണ് ഭക്തന്മാർ ഇല്ലാതെ പോയിരിക്കുന്നത്. ഇന്നത്തെ പ്രശ്നവും അതുതന്നെയാണ്. ദുരുപദേശങ്ങൾ മൂലം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന അനേക ഉപദേശങ്ങൾ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്തന്മാരുണ്ടാകുന്നത്, വിശ്വസ്തന്മാർ ഉണ്ടാകുന്നത്? പലരും വിശ്വസ്തരല്ല. ദൈവസഭയെയും ദൈവദാസന്മാരെയും ദൈവിക കൂട്ടായ്മകളെയും ഒക്കെ വഞ്ചിച്ച് നടക്കുന്നവരാണ് പലരും. ദൈവത്തിനും ദൈവിക പദ്ധതികൾക്കും തുരങ്കം വയ്ക്കുന്നവരാണ്. ദൈവിക പദ്ധതികൾ യഥാർത്ഥമായി നടപ്പിലാക്കാതെ ദുരുപദേശങ്ങളാൽ മനുഷ്യനെ വഴിതെറ്റിച്ച് കളയുന്ന അഭക്തരുടെ വലിയൊരു കൂട്ടം ഇന്ന്
നമ്മുടെ നടുവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു വാക്യം കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്തു. രക്ഷയ്ക്കായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഭക്തന്മാർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ, അവർ വിശ്വസ്തരായിരുന്നാൽ ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലതെയും നിങ്ങളെയും ആ രക്ഷയുടെ പദ്ധതിക്കുള്ളിൽ സ്വർഗത്തിലതെയും ആക്കുവാൻ തക്കൊണ്ട് ഇടയായി. അതോ അഭക്തരായി അവിശ്വസ്തരായി ദൈവസഭകൾക്ക്, ദൈവദാസന്മാർക്ക്, ദൈവിക കൂട്ടായ്മകൾക്ക് പ്രയോജനമില്ലാത്തവരായി തീരുവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നമ്മുടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് ഇവിടെ വായിച്ചതായ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുവാൻ ഇടയായി തീരും. ഭക്തന്മാരും വിശ്വസ്തന്മാരും നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഇവിടെ ഒരു ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ അഭക്തിയുടെ, അവിശ്വസ്തതയുടെ നടുവിൽ നിന്നുകൊണ്ട് ഭക്തൻ വിളിച്ചു പറയുകയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ രക്ഷയുടെ ദൈവത്തോട് നമുക്ക് ആമേൻ നെഞ്ചുരുകി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ആ ദൈവികമായ വചനത്താൽ നമ്മളെയും ദൈവം രക്ഷിക്കുവാനിടയായി തീരും. ഇവിടെ വായിക്കുന്നു 6-ാം വാക്യത്തിൽ, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അപ്പൊ ദൈവത്തിന്റെ നിർമ്മലമായ വചനങ്ങൾ ദൈവം നമുക്ക് അരുളി ചെയ്തിട്ടും നമ്മൾ അവിശ്വസ്തരായി തീരുന്നു, അഭക്തന്മാരായി തീരുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ലളിതമായും മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടും ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഹല്ലേലൂയ. അതിന്റെ കാരണം അവിടെ പറയുന്നുണ്ട്. ആമേൻ. അഭക്തരായ ചിലർ സഭയിൽ കടന്നു വന്ന് സഭയിലുള്ള ജനങ്ങളെ ദുരുപദേശങ്ങൾ പഠിപ്പിച്ചവരെ ദൈവത്തിൽ നിന്നും ദൈവസഭയിൽ നിന്നും അകറ്റിക്കളയുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ദൈവത്തോട് അപേക്ഷിക്കാം, ദൈവമേ, ഒരു യഥാർത്ഥമായ ഭക്തനെ, വിശ്വസ്തനായൊരു മനുഷ്യനെ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം സഹായിക്കും. കടന്നു വരുന്നവരെല്ലാവരും ഭക്തന്മാരും വിശ്വസ്തന്മാരുമായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കണം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ ഇന്ന് ദൈവം ആ രക്ഷയ്ക്കുള്ളിൽ ആക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേട്ട വചനങ്ങൾ ഞങ്ങളോടുള്ളതാകുന്നു. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുകയാണ്. ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ ഉണ്ടാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രവചനവാക്യം പോലെ പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്, യഹോവേ രക്ഷിക്കണമേ. എല്ലാവരെയും ഭക്തന്മാരും വിശ്വസ്തന്മാരും ആക്കി തീർക്കുന്ന ആ ദൈവത്തിൻ്റെ നിർമ്മലമായ വചനത്താൽ അവരെ ഭക്തരാക്കി തീർക്കണം, വിശ്വസ്തരാക്കി തീർക്കണം. അവിടുത്തെ കരങ്ങളിൽ എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. താങ്ക് യു.